ഈ ഒരു പുസ്തകോത്സവത്തിൽ എൻ്റെ ബുക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തതിൽ വളരെ നന്ദി. ഞാൻ എഴുതിയ ബുക്ക് ദ സ്കൂൾ ഓഫ് ലൈഫ് ഈ മെയ് മാസം 2025 പബ്ലിഷ് ആയിരുന്നു. ബേസിക്കലി ഒരു ഡയറി പോലെ തുടങ്ങിയ ഒരു ബുക്കാണ്. ശരിക്കും ഒരു ജേർണൽ ആയിരുന്നു. എനിക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം പോലെ ഒരു ജേർണൽ തുടങ്ങിയതാണ്. കുട്ടിക്കാലം തൊട്ട് ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു, ആ തെറ്റുകൾ എങ്ങനെ എന്നെ ബാധിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഒരു ജേർണൽ തുടങ്ങിയപ്പോൾ പതുക്കെ മനസ്സിലായതെന്ന് വെച്ചാൽ ആ തെറ്റുകളെല്ലാം ചെയ്തത് ഞാൻ മാത്രമല്ല കാരണം. ഒരു രീതിയിൽ ഈ സമൂഹം എനിക്ക് പഠിപ്പിച്ച തെറ്റുകളാണ് എൻ്റെ തെറ്റുകളായിട്ട് വന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ശരിക്കും അപ്പോൾ എൻ്റെ തെറ്റുകളിൽ നിന്ന് സമൂഹത്തിൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. സമൂഹത്തിൽ നിന്ന് ഈ ലോകമെമ്പാട് എന്തൊക്കെ തെറ്റുകൾ നമ്മുടെ മനുഷ്യത്വം, നമ്മുടെ ഹ്യൂമാനിറ്റി ചെയ്യുന്നുണ്ട് അതും മനസ്സിലായി. ശരിക്കും ഒരു രീതിയിൽ ഒരു ഇൻട്രോസ്പെക്റ്റീവ് ജേർണി ആയിട്ട് തുടങ്ങിയത് ഈ ലോകത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു കമ്പോഡ ലോകത്ത് നമ്മൾ പല കാര്യങ്ങളും സ്വയം നശിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം ശാരീരിക ആരോഗ്യമാവട്ടെ, മാനസിക ആരോഗ്യമാവട്ടെ, അല്ല പരിസ്ഥിതി ആരോഗ്യമാവട്ടെ, അല്ലെങ്കിൽ ഭൂമിയുടെ ആരോഗ്യമാവട്ടെ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വയം നശിപ്പിക്കുന്ന ഒരു പാതയിലാണ് നമ്മൾ കടക്കുന്നു എന്ന ഒരു തോന്നൽ, ഒരു ചോദ്യം, ഒരു സംശയം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ പല സത്യങ്ങളും മനസ്സിലായി. ആ സത്യങ്ങളാണ് ഈ ബുക്കിൽ ഞാൻ വളരെ വിശദമായിട്ട് ഒരു തർക്കത്തിലോടുകൂടി ഒരു ക്വസ്റ്റനിങ് മോഡിലേക്ക് പോയി ഈ കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് ശരിക്കും അപ്പോൾ ജീവിതം എന്താണ് എന്ന ഒരു വലിയ ചോദ്യത്തിലേക്ക് അവസാനം ഈ ബുക്ക് എത്തും. അപ്പോൾ എന്താണ് ജീവിതം, ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്, ആ പർപ്പസിൽ നിന്ന് എത്രമാത്രം നമ്മൾ ദൂരെ വി ആർ ഇൻഫാക്ട് മൂവിങ് അവേ ഫ്രം ദ ഒറിജിനൽ പർപ്പസ് ഓഫ് ലൈഫ്. ഇൻ എ വേ ഹ്യൂമാനിറ്റി ഈസ് റണ്ണിങ് ബാക്ക്വേർഡ്സ് എന്ന് പറയാൻ സാധിക്കും. സോ പുതിയ പാതകൾ കണ്ടെത്താൻ സമയമായിട്ടുണ്ട്, പുതിയ ലോകം സൃഷ്ടിക്കാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ പാത കണ്ടെത്താനും പുതിയ ലോകത്തിനെ സൃഷ്ടിക്കാനും എന്താണ് ചെയ്യേണ്ടത് എന്ന മാർഗങ്ങളും ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ബുക്ക് എല്ലാവരും വായിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. കുട്ടികളാവട്ടെ, വലിയ ആൾക്കാരാവട്ടെ, മിഡിൽ ഏജ്ഡ് പീപ്പിൾ ആവട്ടെ, ഏത് പ്രായത്തിലുള്ളവരും വായിക്കുന്ന രീതിയിൽ വളരെ ലളിതമായ ഒരു ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് എല്ലാവരും വായിച്ച് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണം. ശരിക്കും സന്തോഷം, മനസ്സമാധാനം, സ്നേഹം ഇതടങ്ങിയ ഒരു ജീവിതം എങ്ങനെ നമുക്ക് ഹൗ ക്യാൻ വി അച്ചീവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ലൈഫ്, അത് വളരെ കൃത്യമായിട്ട് ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വായിച്ച് എല്ലാവർക്കും പ്രയോജനമാവണം എന്നതാണ് എൻ്റെ ആഗ്രഹം.